തെലങ്കാന വിജയത്തിന് ശേഷം ആന്ധ്രാപ്രദേശിൽ നിർണായക നീക്കം തുടങ്ങിയ കോൺഗ്രസ് വൈഎസ്ആറിന്റെ പുത്രി ഷർമിളയെ സംസ്ഥാനത്ത് പാർട്ടി തലപ്പത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചുവെന്നാണ് പുറത്തുവരുന്ന പുതിയ വിവരം. ഈ ആഴ്ച ഷർമിള ആന്ധ്ര കോൺഗ്രസിന്റെ ഭാഗമാകുമെന്നും തന്റെ പാർട്ടിയായ വൈഎസ്ആർ ടിപിയുടെ കോൺഗ്രസുമായുള്ള ലയനം ഉറപ്പിച്ചുവെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അപ്പുറം ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ തെലങ്കാന വിജയത്തിന്റെ സാധ്യതകൾ ഉൾക്കൊണ്ടാണ് ആന്ധ്രയിൽ പഴയ പ്രതാപം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. കോൺഗ്രസിൽ നിന്നും അകന്നുപോയി പാർട്ടി രൂപീകരിച്ച YS രാജശേഖര റെഡ്ഡിയുടെ മകനും മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയെ വീഴ്ത്താൻ സഹോദരിയെ തന്നെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ പദ്ധതി. നേരത്തെ തെലങ്കാന മതിയെന്നു പറഞ്ഞ സഹോദരനുമായി നേരിട്ട് പോരാട്ടത്തിന് താല്പര്യമില്ലാതെ നിന്ന ഷർമിളയെ ആന്ധ്രയിലാണ് പാർട്ടിക്ക് ആവശ്യമെന്ന് പറഞ്ഞ് ഒപ്പം നിർത്തുകയാണ് കോൺഗ്രസ്. ജഗന്റെ YSR കോൺഗ്രസിലുള്ള പഴയ കോൺഗ്രസുകാരെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരികയെന്ന ദൗത്യവും ഷർമിളയ്ക്ക് പാർട്ടി നൽകിയിട്ടുണ്ട്. തെലുങ്കുനാട്ടിൽ സുപരിചിതയായ YSR ഷർമിളയ്ക്ക് നിലവിൽ തെലങ്കാനയിൽ BRSനെ തോൽപ്പിച്ച് സർക്കാരുണ്ടാക്കാനായാൽ കോൺഗ്രസ് നേതൃത്വത്തെ പോലെ ഇപ്പോഴുണ്ടായ അനുകൂല സാഹചര്യത്തിൽ പാർട്ടിയെ വളർത്താനാകുമെന്നാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. 2012 ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാന വിഭജിച്ചിട്ടില്ലാത്ത കാലത്താണ് YSRന്റെ മകൾ തെലുങ്ക് നാട്ടിൽ വാർത്തകളിൽ ഇടം നേടിയത്. വിഭജനത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസുമായി എതിരഭിപ്രായമുണ്ടായിരുന്ന ജഗൻമോഹൻ റെഡ്ഡി കോൺഗ്രസുമായി വേർപിരിഞ്ഞ് YSRCP രൂപീകരിച്ചു. ജഗനൊപ്പം 18 MLAമാരും ഒരു കോൺഗ്രസ് MPയും രാജിവെച്ച ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വഴിയൊരുക്കി. പിന്നീട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അറസ്റ്റിലായ ജഗൻ തടവറയിൽ കിടന്നപ്പോൾ അമ്മ YS വിജയമ്മയും സഹോദരി YS ഷർമിളയും YSRCPയുടെ പ്രചരണത്തിന് നേതൃത്വം നൽകുകയും തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുകയും ചെയ്തു. ഷർമിളയുടെ 3000 കിലോമീറ്റർ ദൂരം പദയാത്ര ജഗൻ അനുകൂലമായി ജനമനസ് ഉറപ്പിച്ചു നിർത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി കസേരയിൽ YSRന്റെ പുത്രനെ എത്തിക്കുന്നതിനും കാരണമായി. പക്ഷേ അധികാരത്തിലേറിയപ്പോൾ ജഗൻ ഷർമിളയെ അടക്കം പലരെയും അധികാര ഇടനാഴിയിൽ ഒഴിവാക്കി നിർത്താൻ ശ്രമിച്ചു. രാഷ്ട്രീയത്തിൽ കഴിവ് തെളിയിച്ച ഷർമിള അങ്ങനെയാണ് സഹോദരനുമായി തെറ്റിപ്പിരിഞ്ഞത്. ഷർമിള പിന്നീട് YSRTP എന്ന പാർട്ടി രൂപീകരിക്കുകയും അമ്മ YS വിജയമ്മയെ ഒപ്പം നിർത്തി പാർട്ടി ബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഷർമിള സഹോദരൻ ജഗനുമായി ഉടക്കി പിരിഞ്ഞ് വേറെ പാർട്ടി ഉണ്ടാക്കിയെങ്കിലും ആന്ധ്രയിൽ ജഗന് ഭീഷണിയാകാൻ താല്പര്യപ്പെടാതെ തെലങ്കാനയിലേക്ക് തന്റെ പ്രവർത്തന മണ്ഡലം മാറ്റുകയാണ് ചെയ്തത്. തെലങ്കാനയിൽ കോൺഗ്രസുമായി ലയിക്കാൻ തെലങ്കാന തെരഞ്ഞെടുപ്പിന് മുൻപ് ഷർമിള പലവിധ ചർച്ചകൾ നടത്തിയെങ്കിലും രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ നടന്ന മുന്നേറ്റങ്ങളെ കണക്കിലെടുത്ത് പാർട്ടി ഹൈക്കമാൻഡ് തെലങ്കാനയിലെ ലയനത്തിൽ താല്പര്യം കാണിച്ചില്ല. തെലങ്കാനയിൽ രേവന്തും കൂട്ടരും വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച കോൺഗ്രസ് ഷർമിളയോട് തെലങ്കാന വിട്ട് ആന്ധ്രയിലേക്ക് ഇറങ്ങാൻ നിർദ്ദേശിച്ചു. തെലങ്കാനയിലല്ല ആന്ധ്രയിലാണ് ഷർമിള വേണ്ടതെന്നും ആന്ധ്രയിൽ കേന്ദ്രീകരിക്കാനുമായിരുന്നു കോൺഗ്രസ് തെലങ്കാന ഘടകവും ഹൈക്കമാൻഡും മുന്നോട്ട് വെച്ച നിർദ്ദേശം. തെലങ്കാനയിൽ കോൺഗ്രസ് വിജയത്തിനായി മത്സരിക്കാതെ കോൺഗ്രസിനെ പിന്തുണച്ച ഷർമിളയും കൂട്ടരും ഇതോടെ ലയന സാധ്യതകൾ ഉറപ്പിച്ചു നിർത്തി. ആന്ധ്രയിലിറങ്ങാൻ ഷർമിളയുടെ വിമുഖത മാറിയതോടെ ഈ ആഴ്ച തന്നെ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർണായക സ്ഥാനത്തേക്ക് ഷർമിള എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്.